ഹായ് ഗായ്സ്, ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റോടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ രേണുസുതി നമ്മുടെ മേക്കപ്പ് റൂമിൽ ഇരുന്നിട്ട് കണ്ണാടിക്ക് നേരെ നോക്കിയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അക്ബർ ഖാനോട് ക്ഷമിക്കില്ല എന്ന്. ഞാൻ അക്ബർ ഖാനോട് ക്ഷമിക്കില്ല എന്ന് ഉറക്കെ പറയുകയാണ് രേണുസുതി. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാൻ ഒരിക്കലും സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞ പേരിന് അർഹതയല്ല. എന്നിട്ട് എന്നെ അവൻ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചു. അതുകൊണ്ട് ഞാൻ അക്ബർ ഖാനോട് ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് രേണുസുതി പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഇത്രയും ഇവിടം വരെ എത്തിയത് ജനങ്ങളുടെ നെഗറ്റീവിൽ നിന്നാണ് ഞാൻ ഇത്രയും പ്രശസ്തി നേടിയത്. ആ നെഗറ്റീവിൽ നിന്ന് എന്നെ ലാലേട്ടൻ ഈ ഫ്ലോറിലേക്ക് രേണുസുതി എന്ന് വിളിച്ചിട്ടാണ് എന്നെ കയറ്റിയത്. അപ്പം ആ നെഗറ്റീവിൽ നിന്നിട്ടാണ് ഞാൻ വളർന്നത് എന്ന് രേണുസുതി കണ്ണാടിയുടെ മുമ്പിൽ ഇരുന്ന് പറയുകയാണ്. ഞാൻ അക്ബർ ഖാനോട് ഒരിക്കലും ക്ഷമിക്കില്ല. എന്നെ സെപ്റ്റിക് ടാങ്ക് എന്നാണ് വിളിച്ചതെന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്. എന്നെ എങ്ങനെ വിളിക്കാൻ തോന്നി സെപ്റ്റിക് ടാങ്ക് എന്ന്, അതുകൊണ്ട് അക്ബർ ഖാനോട് എനിക്ക് ക്ഷമ കൊടുക്കാൻ സാധ്യമല്ല എന്ന് പറയുകയാണ്. പക്ഷേ രേണുസുതി കുറച്ച് മുമ്പ് 2 ദിവസം മുമ്പ് അക്ബർ ഖാനോട് ക്ഷമിച്ചെന്ന് പറഞ്ഞു. പിന്നെ കൺഫെഷൻ റൂമിൽ പോയിട്ട് പറഞ്ഞു എനിക്ക് കുറച്ചും കൂടി സമയം വേണം ക്ഷമിക്കാനെന്ന്. പിന്നെ ലാലേട്ടൻ്റെ മുമ്പിൽ പറഞ്ഞു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ക്ഷമിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇതിപ്പം വീണ്ടും പറഞ്ഞിരിക്കുകയാണ് ക്ഷമിക്കുന്നില്ല എന്ന്. അപ്പം ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല രേണുസുതിക്ക്. പക്ഷേ രേണുസുതിയെ സെപ്റ്റിക് ടാങ്ക് അത്രയും മാത്രം ഉള്ളിൽ തറച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് പറയുകയാണ്, ഞാനിവിടെ 100 ദിവസം നിന്നില്ലെങ്കിലും എനിക്ക് അവനോട് ക്ഷമിക്കാൻ സാധിക്കില്ല എന്ന് പറയാണ്. ഞാൻ പോയാലും അവനോട് ഞാൻ ക്ഷമിക്കില്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് കരയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പം കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായ ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത്. ടാറ്റ ബൈ.